2025 ജൂൺ 9 മ്യൂണിക്കിൽ അലയൻസ് അരീനയാണ് വേദി. UEFA നാഷൻസ് ലീഗിൽ സ്പെയിൻ പോർച്ചുഗൽ കലാശ പോരാട്ടം. മുഴുവൻ സമയവും കടന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആദ്യ 4 കിക്കുകളും വലയിലെത്തിച്ച പറങ്കിപ്പട ആ വലിയ ലക്ഷ്യത്തിലേക്ക് അടിവെച്ച് മുന്നേറി. മറുഭാഗത്ത് സ്പെയിൻ ക്യാപ്റ്റൻ അൽവാരോ മൊറാട്ട എടുത്ത 4ാം കിക്ക് തന്റെ മാന്ത്രിക കൈവിടർത്തി ഡീഗോ കോസ്റ്റ തട്ടിയകറ്റുന്നു. 2ാം നാഷൻസ് ലീഗ് മോഹക്കപ്പിലേക്ക് പോർച്ചുഗലിന് ഇനിയൊരു കിക്കിന്റെ ദൂരം മാത്രം. ആരവങ്ങൾക്ക് നടുവിൽ നിർണായക കിക്കെടുക്കാൻ റൂബൻ നെവസ് പെനാൽറ്റി സ്പോട്ടിലേക്ക് നടന്നെടുത്തു. സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ നെവസിന്റെ വലങ്കാല നേടി ഉനായ് സൈമണിനെ മറികടന്ന് സ്പെയിൻ വലയിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ മ്യൂണിക്കിലെ അലയൻസ് അരീന ആരവങ്ങളിൽ മുങ്ങി. നിർത്താത്ത കരഘോഷങ്ങൾ. മൈതാനത്ത് ഭ്രാന്തമായി ഓടി പോർച്ചുഗീസ് താരങ്ങൾ. ഡഗൌട്ടിൽ വികാരാതീതനായി ക്രിസ്ത്യാനോ റൊണാൾഡോ. നിരാശയുടെ മുഖഭാവവുമായി ലമീൻ യമാൽ. പോയ നാഷൻസ് ലീഗിന്റെ ബാക്കിപത്രങ്ങൾ ഇങ്ങനെ കുറെ ഓർമ്മകളായിരുന്നു. ഇതാ വീണ്ടും ഒരു നാഷൻസ് ലീഗ് കിരീട പോരാട്ടത്തിന് കാഹളം മുഴങ്ങിയിരിക്കുന്നു. ഇന്നലെ ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിൽ നറുക്കെടുപ്പ് പൂർത്തിയായതോടെ 2026-27 പതിപ്പിലേക്കുള്ള മത്സരചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾ 2027 മാർച്ചിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടും. ജൂണിലാണ് ഫൈനൽ നടക്കുക. പുതിയ എഡിഷനിൽ പ്രാഥമിക റൗണ്ടിൽ കടുപ്പമേറിയ പോരാട്ടമുണ്ടോ? അട്ടിമറിക്ക് കേൾപ്പുള്ളവർ ആരെല്ലാം? മറ്റൊരു നാഷൻസ് ലീഗിൽ പന്തുവെട്ടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകുമോ? പരിശോധിക്കാം. സ്പെയിൻ, ക്രൊയേഷ്യ, ഇംഗ്ലണ്ട്, ചെക്ക് റിപ്പബ്ലിക്. നാഷൻസ് ലീഗിലെ മരണ ഗ്രൂപ്പ് എന്ന് സംശയം ഏതുമില്ലാതെ പറയാം. പോയ യൂറോ കപ്പ് ഫൈനലിൽ നേർക്കുനേർ വന്ന യൂറോപ്പിലെ പവർ ഹൗസുകളായ സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബലാബലം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പോയ ദിനം പരിശീലകൻ തോമസ് തുഹേലിന്റെ കരാർ 2028 വരെ ഇംഗ്ലണ്ട് പുതുക്കിയതും നാഷൻസ് ലീഗ് അടക്കം മനസ്സിൽ കണ്ടാണ്. 2023 നാഷൻസ് ലീഗ് ഫൈനലിസ്റ്റായ ക്രൊയേഷ്യയും കരുത്തുറ്റ സംഘമാണ്. അട്ടിമറിക്ക് കലിപ്പുള്ള ചെക്ക് റിപ്പബ്ലിക് കൂടി ചേരുന്നതോടെ ഈ ഗ്രൂപ്പ് അതിജീവിക്കുക ഓരോ ടീമിനും ഒട്ടും എളുപ്പമാകില്ല. മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ഉൾപ്പെട്ട ഗ്രൂപ്പിൽ ഇറ്റലിയും ബെൽജിയവും തുർക്കിയുമാണുള്ളത്. നിലവിലെ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളടക്കം നിറമങ്ങിയ ഇറ്റലി സമീപകാലത്ത് മികച്ചൊരു കംബാക്കിനാണ് ഒരുങ്ങുന്നത്. പോയ നാഷൻസ് ലീഗ് ക്വാർട്ടറിൽ ജർമ്മനിയോട് ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടാണ് ടീം തിരിഞ്ഞു നടന്നത്. ദീർഘകാലം ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം അടക്കി ഭരിച്ചിരുന്ന ബെൽജിയത്തിനും അടുത്തിടെ യൂറോപ്പിൽ വലിയ ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാക്കാനാവുന്നില്ല. സുവർണ തലമുറയുടെ തകർച്ചയും അവരെ കാര്യമായി ബാധിച്ചിരുന്നു. എന്നാൽ ഏത് സമയത്തും തിരിച്ചു വരാൻ കെൽപ്പുള്ള മികച്ചൊരു സംഘമാണ് റെഡ് ഡെവിൾസിനുള്ളത്. തുർക്കിയും നിലവിൽ മികച്ച ഫോമിലാണ് പന്ത് തട്ടുന്നത്. ജർമ്മനി, നെതർലാൻഡ്സ്, സെർബിയ, ഗ്രീസ് മറ്റു ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് കുറച്ചെങ്കിലും ഭേദപ്പെട്ടതെന്ന് പറയാം. ലോകകപ്പിലും യൂറോ കപ്പിലും നിരവധി തവണ പേരെഴുതി ചേർത്ത ജർമ്മനിക്ക് ഇതുവരെ എത്തിപ്പിടിക്കാനാവാത്തത് നാഷൻസ് ലീഗിയുടെ മാത്രമാണ്. ഇത്തവണ ആ ഒരു നിരാശ മറികടക്കാനാണ് ടീം എത്തുന്നത്. മറുഭാഗത്ത് ഡച്ച് സംഘവും കടലാസിൽ കരുത്തരാണ്. യൂറോപ്പിലെ വിവിധ ലീഗുകളിൽ കളിക്കുന്ന പ്രധാന താരങ്ങളുടെ നീണ്ട നിരയാണ് നെതർലാൻഡ്സിന്റെ കരുത്ത്. എന്നാൽ വലിയ വേദികളിൽ അവസാന നിമിഷം കാലിടറുന്നവർ എന്ന തിരിച്ചടി ഒഴിവാക്കുകയാണ് റൊണാൾഡോ കോമന്റെയും സംഘത്തിന്റെ ലക്ഷ്യം. സെർബിയയും ഗ്രീസും കടക്കുക എന്നത് ഇരു ടീമുകൾക്കും ഈസി ടാസ്ക് ആകില്ല. പോർച്ചുഗലിന്റെ എതിരാളികൾ ആരെല്ലാം? നറുക്കെടുപ്പിന് ശേഷം ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഇതാണ്. നോർവേ, ഡെൻമാർക്ക്, വെയിൽസ് എന്നിവരാണ് ഈ ഗ്രൂപ്പിലെ പ്രതിയോഗികൾ. പോർച്ചുഗൽ കുപ്പായത്തിൽ വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകുമോ? നിലവിൽ ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ജൂണിൽ അരങ്ങേറുന്ന ഫിഫ ലോകകപ്പിന് ശേഷമാകും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. നിലവിൽ ലോകകപ്പാണ് തന്റെ മുന്നിലെ ടാർഗറ്റ് എന്ന് റോണോ പലകുറി വ്യക്തമാക്കിയതുമാണ്. ഇതിന് പിന്നാലെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന നാഷൻസ് ലീഗിൽ പങ്കെടുക്കുമോ എന്നതിൽ വ്യക്തത വരുത്തേണ്ടത് അയാൾ തന്നെയാണ്. 41 മിനിറ്റ് റൊണാൾഡോക്ക് ഇനിയൊരു അംഗത്തിന് ഭാരമുണ്ടോ എന്നതും കണ്ടറിയണം. അപ്പോഴും മറ്റൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. 1000 ഗോളുകൾ എന്ന തന്റെ സുപ്രധാന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് റോണോ ഇപ്പോൾ. ലോകകപ്പിന് ശേഷം ആ വലിയ ടാർഗറ്റ് പൂർത്തിയായില്ലെങ്കിൽ നാഷൻസ് ലീഗിൽ കൂടി ഇറങ്ങാൻ താരം സന്നദ്ധമായേക്കും. ലോകകപ്പിൽ ടീമിന്റെയും താരത്തിന്റെയും മികച്ച ഫോം അടക്കം ഇതിൽ നിർണായകമാകും. അങ്ങനെയെങ്കിൽ എർലിംഗ് ഹാലൻഡ് ക്രിസ്ത്യാനോ എന്ന അപൂർവ പോരാട്ടത്തിനും ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കും. പോയ ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ ഗോളടിച്ചു കൂട്ടി എർലിംഗ് ഹാലൻഡിന്റെ ചിറകിലേറിയാണ് നോർവേ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് ബെർത്തുറപ്പിച്ചത്. 2018 UEFA തുടക്കം കുറിച്ച നാഷൻസ് ലീഗിൽ ഇതുവരെ 3 ടീമുകളാണ് കിരീടത്തിന്റെ അവകാശികളായത്. 2 തവണ ചാമ്പ്യന്മാരായ പോർച്ചുഗലാണ് മുന്നിൽ. സ്പെയിൻ, ഫ്രാൻസ് എന്നിവരാണ് മറ്റു ജേതാക്കൾ. 4 ലീഗുകളാണ് UEFA നാഷൻസ് ലീഗിൽ ഉൾപ്പെടുന്നത്. ഇവ A, B, C, D എന്നിങ്ങനെ കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു. പങ്കെടുക്കുന്ന രാജ്യങ്ങളെ അവരുടെ UEFA കോഎഫിഷ്യന്റ് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് തിരിക്കുന്നത്. അതായത് യൂറോപ്പിലെ വമ്പൻ ടീമുകളെല്ലാം അണിനിരക്കുന്ന A കാറ്റഗറിയാണ് പ്രധാനപ്പെട്ട ലീഗ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ വിജയിച്ച് 2 ടീമുകൾ നേരിട്ട് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടും. അതേസമയം ഓരോ പതിപ്പിലും ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമുകൾ B ലീഗിലേക്ക് തരം താഴ്ത്തപ്പെടും. സമാനമായി ഗ്രൂപ്പ് ബിയിൽ ടോപ്പിലെത്തുന്ന ടീമുകൾ എയിലോട്ട് പ്രൊമോഷൻ ലഭിക്കും. അതായത് ഇംഗ്ലണ്ട്, ചെക്ക് റിപ്പബ്ലിക്, നോർവേ അടക്കമുള്ള ടീമുകൾ ഇങ്ങനെ പ്രൊമോഷൻ നേടിയെടുത്താണ് ഇത്തവണ എത്തിയത്. B, C, D ഗ്രൂപ്പുകളിൽ കളിക്കുന്ന ടീമുകളും യഥാക്രമം സമാനമായി റെലഗേഷനിലേക്കും പ്രൊമോഷനിലേക്കും വിധേയരാകും. B, C, D ഗ്രൂപ്പുകളിൽ 2ാം സ്ഥാനക്കാരായ ടീമുകൾക്ക് പ്ലേ ഓഫിലൂടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. UEFAയുടെ പുതിയ അന്താരാഷ്ട്ര ലീഗ് അധിഷ്ഠിത ടൂർണമെന്റ് ഇതിനോടകം ട്രാക്കിലായി കഴിഞ്ഞു.
ലോകകപ്പിനും യൂറോ കപ്പിനും കോപ്പ അമേരിക്കക്കും പുറമെ നാഷൻസ് ലീഗും സ്വന്തമായൊരു ഇടം കണ്ടെത്തി കഴിഞ്ഞു. പുതിയ പതിപ്പിൽ ആരെ പേരെഴുതി ചേർക്കും? ക്രിസ്ത്യാനോയുടെ ചിറകിലേറി 3ാം കിരീടത്തിന് പോർച്ചുഗൽ എത്തുമോ? കാത്തിരിക്കാം.